എന്താണ് മാഗ്ഡി, മൂവിംഗ് ആവറേജ്, കൺവെർജൻസ് ആൻഡ് ഡെർവജൻസ്? മാഗ്ഡി എന്നത് ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ തന്നെ ഇതൊരു മൊമെന്റം ഇൻഡിക്കേറ്റർ കൂടിയാണ്. മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് നടക്കുന്നതിന് മുമ്പ് മാഗ്ഡി നമുക്കൊരു ഇൻഡിക്കേഷൻ തരുന്നു. പിന്നീട് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ എൻട്രി പോയിന്റുകളും എക്സിറ്റ് പോയിന്റുകളും തിരിച്ചറിയാനും മാഗ്ഡി നമ്മളെ സഹായിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് മാഗ്ഡി എന്നും മാഗ്ഡി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ പേര് അരുൺ, ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ്. വെൽക്കം ടു പ്രോ ട്രേഡർ. കഴിഞ്ഞ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാവുള്ളൂ. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം ഓരോ വീഡിയോസും നമ്മൾ കണക്ട് ചെയ്താണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റേഴ്സിൽ നിന്നും മാഗ്ഡി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് മാഗ്ഡി ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുക. മാഗ്ഡി ഒരു ഓസിലേറ്റർ ആയതുകൊണ്ട് ഇതിന് നമുക്ക് താഴെയായി കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാൻ ഇച്ചിരിയും കൂടി വലുതാക്കി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ പച്ച ചുമപ്പ് നിറങ്ങളിലുള്ള ബാറുകളെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്ലൂ ലൈനെ മാഗ്ഡി ലൈൻ എന്ന് പറയുന്നു. ഈ കാണുന്ന റെഡ് ലൈനെ സിഗ്നൽ ലൈൻ എന്ന് പറയുന്നു. പിന്നീട് ഇവിടെ നിങ്ങൾക്ക് സെന്ററിലായി ഒരു ലൈൻ കാണാൻ പറ്റും. ഇതിനെ സെന്റർ ലൈൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സീറോ ലൈൻ എന്നും വിളിക്കും. ഇവിടെ മാഗ്ഡി ഇൻഡിക്കേറ്ററിൽ വരുന്ന ട്രഡീഷണൽ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ 12 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ ഫാസ്റ്റ് ലൈനായി കണക്കാക്കുന്നു. 26 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ സ്ലോ ലൈനായും 9 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ സിഗ്നൽ ലൈനായും കണക്കാക്കുന്നു. എന്നിരുന്നാലും ചില ട്രേഡേഴ്സ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേഗത്തിലുള്ള മാർക്കറ്റ് മൂവ്മെന്റ് അറിയാൻ വേണ്ടി ട്രഡീഷണൽ സെറ്റിംഗ്സ് എഡിറ്റ് ചെയ്ത് ഫാസ്റ്റ് ലൈനെ 8 എന്നും സ്ലോ ലൈനെ 17 എന്നും സിഗ്നൽ ലൈനെ 9 എന്നും എന്നിങ്ങനെ ആക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെക്കാളും ഇച്ചിരിയും കൂടി എഫക്റ്റീവായിട്ട് മാഗ്ഡി ലൈനും സിഗ്നൽ ലൈനും കാണാൻ പറ്റും. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചും അല്ലാതെയും കൂടുതൽ ട്രേഡേഴ്സ് മാഗ്ഡിയുടെ ട്രഡീഷണൽ സെറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ക്രോസ് ഓവർ സ്ട്രാറ്റജിയുടെ കാര്യം. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ ക്രോസ് ചെയ്തിട്ടാണ് സീറോ ലൈനിൽ നിന്നും മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവിടെ പോസിറ്റീവ് നമ്പർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതൊരു ബുള്ളിഷ് പ്രവണതയെ സൂചിപ്പിക്കുന്നു. പിന്നീട് ഇവിടെ സിഗ്നൽ ലൈൻ മാഗ്ഡി ലൈനെ ക്രോസ് ചെയ്തിട്ടാണ് സീറോ ലൈനിൽ നിന്നും താഴേക്ക് പോകുന്നത്. അതുകൊണ്ട് അവിടെ നെഗറ്റീവ് നമ്പർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതൊരു ബെയറിഷ് പ്രവണതയെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മാഗ്ഡി ഇൻഡിക്കേറ്ററിനെ കുറിച്ച് മനസ്സിലായി കാണും. എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ പോയി ബയ്യോ സെല്ലോ ചെയ്യരുത്. ഇനി നമുക്ക് വ്യക്തമായി മാഗ്ഡി ലൈൻ എന്താണെന്നും സിഗ്നൽ ലൈൻ എന്താണെന്നും ഹിസ്റ്റോഗ്രാം എന്താണെന്നും നോക്കാം, മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ബയ്യോ സെല്ലോ ചെയ്യാം. ആദ്യം മാഗ്ഡി ലൈൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന മാഗ്ഡി ലൈൻ വരുന്നത് ഓരോ പോയിന്റ് ആയിട്ടാണ്. പിന്നീട് അതെല്ലാം കണക്ട് ചെയ്താണ് ഈ വര പോലെ വരുന്നത്. 12 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ കഴിഞ്ഞ 26 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് കൊണ്ട് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴാണ്, കുറയ്ക്കുമ്പോഴാണ് ഈ മാഗ്ഡി ലൈൻ നമുക്ക് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 100 ആണ്. കഴിഞ്ഞ 26 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 50 ആണ്. അതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 50 കിട്ടുന്നത്. അതാണ് നമ്മുടെ മാഗ്ഡി ലൈനായിട്ട് കിട്ടുന്നത്. അതുപോലെ 12 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 100 ആണ്. കഴിഞ്ഞ 26 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 50 ആണ് എങ്കിൽ 26 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനേക്കാളും 12 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് കൂടുതലാണ് എങ്കിൽ അവിടെ മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ ക്രോസ് ചെയ്തിട്ടാണ് മുകളിലേക്ക് നീങ്ങുന്നത്. അതൊരു ബുള്ളിഷ് മൂവ് ആയിരിക്കും. പിന്നീട് 26 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനേക്കാളും 12 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് കുറവാണ് എങ്കിൽ ഇവിടെ സിഗ്നൽ ലൈൻ മാഗ്ഡി ലൈനെ ക്രോസ് ചെയ്തിട്ടാണ് താഴേക്ക് നീങ്ങുന്നത്. അതൊരു ബെയറിഷ് മൂവ് ആയിരിക്കും. ഇനി 26 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും 12 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും ഈക്വൽ ആണ് എങ്കിൽ മാഗ്ഡി ലൈൻ 0 ആയിരിക്കും.
അതുകൊണ്ട് മാഗ്ഡി ലൈനെ ഫാസ്റ്റ് ലൈൻ എന്നും വിളിക്കാറുണ്ട്. ഇനി എന്താണ് സിഗ്നൽ ലൈൻ എന്ന് നോക്കുകയാണെങ്കിൽ മാഗ്ഡി ലൈൻ വരുന്നത് ഓരോ പോയിന്റ് ആയിട്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മാഗ്ഡി ലൈൻ്റെ കഴിഞ്ഞ 9 പോയിന്റിന്റെ 9 പീരീഡുകളുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ സിഗ്നൽ ലൈൻ ലഭിക്കുന്നത്. സിഗ്നൽ ലൈനെ സ്ലോ ലൈൻ എന്നും വിളിക്കാറുണ്ട്. ഒരു അപ് ട്രെൻഡ് നടക്കുകയാണ് എങ്കിൽ മാഗ്ഡി ലൈനും സിഗ്നൽ ലൈനും സീറോ ലൈൻ്റെ മുകളിലായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡ് നടക്കുകയാണ് എങ്കിൽ മാഗ്ഡി ലൈനും സിഗ്നൽ ലൈനും സീറോ ലൈൻ്റെ താഴെയായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. സിഗ്നൽ ലൈൻ്റെ 9 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൻ്റെയും മാഗ്ഡി ലൈൻ്റെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും തമ്മിലുള്ള ദൂരം അളക്കുന്നതിനനുസരിച്ചാണ് ഹിസ്റ്റോഗ്രാം ചാർട്ടിൽ വരുന്നത്. ഹിസ്റ്റോഗ്രാം 0 ലൈനിൽ നിന്നും മുകളിലേക്കും താഴേക്കും ചാഞ്ചാടുന്ന ഒരു ഓസിലേറ്ററാണ്. മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ ക്രോസ് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നത് എങ്കിൽ ഹിസ്റ്റോഗ്രാമും സെൻറ്റർ ലൈനിൽ നിന്നും മുകളിലായിരിക്കും. സിഗ്നൽ ലൈനെ മാഗ്ഡി ലൈൻ ക്രോസ് ചെയ്ത് താഴേക്കാണ് പോകുന്നത് എങ്കിൽ ഹിസ്റ്റോഗ്രാമും സെൻറ്റർ ലൈനിൽ നിന്നും താഴെയായിരിക്കും. ഇതിലൂടെ മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നും അതുപോലെ തന്നെ അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ നടക്കുന്നത് എന്നും മനസ്സിലാക്കാൻ ഹിസ്റ്റോഗ്രാം സഹായിക്കുന്നു. ഇനി എന്താണ് കൺവെർജൻസ് എന്ന് നോക്കുകയാണെങ്കിൽ മാഗ്ഡി ലൈൻ്റെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും സിഗ്നൽ ലൈൻ്റെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും തമ്മിൽ അടുത്ത് വരുമ്പോൾ ഒത്തുചേരൽ സംഭവിക്കുമ്പോഴാണ് കൺവെർജൻസ് നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ ക്രോസ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഇനി ഇവിടെ ഒരു അപ് ട്രെൻഡ് നടക്കുമെന്ന് അല്ലെങ്കിൽ ബുള്ളിഷ് നടക്കുമെന്ന് കൺവെർജൻസ് സൂചിപ്പിക്കുന്നു. ഇനി എന്താണ് ഡെർവജൻസ് എന്ന് നോക്കുകയാണെങ്കിൽ മാഗ്ഡി ലൈൻ്റെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും സിഗ്നൽ ലൈൻ്റെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും തമ്മിൽ അകലുമ്പോൾ രണ്ടും 2 ദിശയിലേക്ക് നീങ്ങുമ്പോൾ പിന്നീട് അവിടെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് സിഗ്നൽ ലൈൻ മാഗ്ഡി ലൈനെ ക്രോസ് ചെയ്യുന്നതായിരിക്കുമല്ലോ. ഇനി ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് നടക്കുമെന്ന് അല്ലെങ്കിൽ ഒരു ബെയറിഷ് നടക്കുമെന്ന് ഡെർവജൻസ് സൂചിപ്പിക്കുന്നു. ഇനി ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമ്മൾ നേരത്തെ പഠിച്ച എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും അതുപോലെ തന്നെ മാഗ്ഡിയും കണക്ട് ചെയ്ത് എങ്ങനെ നമുക്ക് നല്ലൊരു ഇൻട്രാഡേ ട്രേഡ് എടുക്കാം അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ് എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഓൾറെഡി സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഒരു ലാഗിങ് ഇൻഡിക്കേറ്റർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ മാഗ്ഡി ഒരു ലീഡിങ് ഇൻഡിക്കേറ്റർ ആണെന്നും നമ്മൾ പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ ക്രോസ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് സിഗ്നൽ ലൈൻ മാഗ്ഡി ലൈനെ ക്രോസ് ചെയ്ത് താഴേക്ക് വരുന്നതും കാണാൻ പറ്റും. അഥവാ നിങ്ങൾ ഇവിടെ ഒരു എൻട്രി ചെയ്തായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചേനെ. പകരം എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന്റെ ക്രോസ് ഓവർ സ്ട്രാറ്റജിയും കൂടെ നോക്കി മനസ്സിലാക്കിയിട്ട് എൻട്രി ചെയ്യുകയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. മാഗ്ഡി ലൈനെ കുറിച്ച് ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ എഴുതാം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.